ഹലോ കൂട്ടുകാരെല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എപ്പോഴും അസുഖമാണ്. ഇന്നെന്തോ ഒരു കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് വെറുതെ ഒരു ആഗ്രഹം, ഒരു പഴയ കോളേജിൽ സ്കൂളിലെല്ലാം പോയ ഒരു രീതിയിലൊന്ന് ഒരുങ്ങിയാലോ എന്നൊരു ആഗ്രഹം മനസ്സിലിങ്ങനെ വന്നു. അപ്പോൾ ഞാൻ വെച്ച് ഓക്കെ ഒന്ന് ഒരുങ്ങി നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. എന്താണെന്നല്ല, കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വീഡിയോ ഇട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ച് നോക്കാം. ആ ഒരു ടൈമിലൊക്കെ എന്ന് വെച്ചാൽ നല്ല ഹാപ്പി ആയിട്ട് ഉള്ളൊരു ടൈമാണ്. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളോ പ്രാരാബ്ദങ്ങളോ ഒന്നും അറിയാതെ നല്ല ഹാപ്പി ആയിട്ട് കിടന്നൊരു ടൈമാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ രാവിലെ മുതൽ എനിക്ക് അങ്ങനെ ഒരു മനസ്സിനൊരിത്, അതുപോലെയൊക്കെ ഒന്ന് മുടിയൊക്കെ കെട്ടി ഒന്ന് ഒരുങ്ങിയാലോ. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ഒരുങ്ങി നോക്കട്ടെ, എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ പണ്ട് മുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട് കേട്ടോ, ചിരിച്ചു പോയേക്കരുത്. ഇപ്പോൾ ആരും അങ്ങനെ ഉപയോഗിക്കില്ല, പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടോ ഫെയർ ലവ്ലി കാണുന്നുണ്ടോ എന്തോ എനിക്കറിയില്ല കേട്ടോ. എൻ്റെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് മങ്ങുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കളറൊക്കെ കാണുന്നുണ്ട്, എന്തോ എനിക്കറിയില്ല. അപ്പോൾ ഇതാ ഞാൻ വല്ലപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഇത് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. വേറൊന്നും ഉപയോഗിക്കില്ല, പൗഡറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. പൗഡർ ഉപയോഗിക്കുമ്പോൾ എനിക്ക് കുരു വരും. അപ്പോൾ ഞാൻ ഇച്ചിരി ഫെയർ ഓയിൽ എടുക്കുന്നുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ അന്ന് ഇന്ന് ഉപയോഗിക്കുന്നത്, വേറൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതൊന്ന് ഇട്ട് തേച്ചോട്ടെ. വെറുതെ ഇങ്ങനെ ഒരു മോഹം, എന്താ പറയുക, പഴയമയിലേക്ക് പോകുക എന്നുമ്പോൾ ഒരു രസമല്ല അല്ലേ, പഴയ ഒരു സംഭവത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഒരു രസമാണ്. അപ്പം എനിക്കൊരു ആഗ്രഹം തോന്നിയോണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് നോക്കുന്നത്. അങ്ങനെ ഫെയർ ഓയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഫെയർ ഓയിലിയുടെ അവസ്ഥ. ആ ഫെയർ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. മുടി ഞാൻ പണ്ടൊക്കെ ഏരി എടുക്കുന്നത് ഇങ്ങനെയാണ്, നടുക എടുക്കും. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മുടിയൊന്നും കെട്ടാനൊന്നും അറിയില്ല. എൻ്റെ അമ്മയാണ് മുടി എടുത്തില്ല. ഞാൻ വലിയ കുട്ടിയെ കോളേജിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അമ്മ തന്നെയാണ് കെട്ടിത്തരുന്നത്. അന്ന് നല്ല മുടിയുണ്ടായിരുന്നു. സ്വന്തമായി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മുടിയുടെ ഒക്കെ അവസ്ഥ പോയത്. ഇങ്ങനെ ഇങ്ങോട്ട് ഉയരും. ഇങ്ങനെ ഒരു ഭാഗം പിന്നിട്ടിട്ടുണ്ട്, ഇനി അടുത്ത ഭാഗവും പിന്നീടും. ഇപ്പോൾ ഒന്നും ആരും കുട്ടികളൊന്നും ഇങ്ങനെ കെട്ടുന്നത് ഞാൻ കാണാറില്ല. എല്ലാവരും മുടിയൊക്കെ കട്ട് ചെയ്ത് പല പല രീതിയിൽ മുറിച്ച് അല്ലേ, മുമ്പിലോട്ടും പുറകിലോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്ന കാണുന്നത്. ചില സ്കൂളിൽ യൂണിഫോം ഇട്ടിട്ട് ഇതുപോലൊക്കെ പിന്നിട്ട് പോകുന്ന കാണാം. എന്നാലും എല്ലായിടത്തും ഇപ്പോൾ അത് കുറവാണ്. അപ്പോൾ അതിങ്ങനെ പിന്നാൻ പോലും മറന്നുപോയി. മുടിയുടെ അവസ്ഥ ഉണ്ട്, എന്തോ ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ചിലപ്പോൾ പേർക്ക് കാണുന്നവർക്ക് ഭ്രാന്താന്നൊക്കെ തോന്നും, പക്ഷെ ഭ്രാന്തൊന്നല്ല കേട്ടോ. ഇതൊക്കെ പഴയ കഴിഞ്ഞു പോയ കാലത്തിൻ്റെ കുറച്ച് ഓർമ്മകളാണ്. പക്ഷെ അതൊന്നും ഇനി തിരിച്ചു വരില്ല. എന്നാലും എന്തോ അതിലൊക്കെ ഓർത്ത് ജീവിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുക എന്നുള്ളത് എല്ലാവർക്കും എങ്ങനെയാണ്, ചിലവർക്ക് മറക്കാനായിരിക്കും ഇഷ്ടം, പക്ഷെ എനിക്ക് ഓർക്കാനാണ് ഇഷ്ടം. അത്ര വലിയ നല്ല കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ എന്നാലും എന്തോ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പക്ഷെ അന്നേരം ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ, റിബണാണ്, റിബൺ പല കളറിൽ റിബൺ ഇഷ്ടം പോലെ വാങ്ങിക്കൊണ്ടിരും അച്ഛൻ. ഇങ്ങനെ അങ്ങോട്ട് കെട്ടിയിട്ടിടും. അത് നല്ല മുടിയുണ്ടായിരുന്നു, കറക്റ്റ് കാര്യമില്ല, കാലമൊക്കെ പോയില്ലേ. ഞാനിപ്പോൾ ഇപ്പോൾ ഈ താരനൊക്കെ തലയിൽ നല്ലോണം അതിന് ശേഷമാണ് മുടിയൊക്കെ പോയി ഇങ്ങനെയാണ് കെട്ടിയിടുക. അന്നേരം എനിക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല കേട്ടോ, മടക്കി ഇങ്ങനെ വെക്കും. നല്ല മുടിയുണ്ടായിരുന്നു. ഇങ്ങനെയാണ് അമ്മ കെട്ടിത്തരിക. എനിക്ക് കെട്ടാനൊന്നും അറിയില്ല, ഇപ്പോഴും എനിക്കറിയില്ല, മര്യാദയ്ക്കൊന്നും ഒരുങ്ങാൻ പോലും എനിക്കറിയില്ല. എങ്ങനെയുണ്ട്, ഇനി ഞാൻ പൊട്ട് വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ പണ്ട് മുതലേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ചന്ദനം. അതെൻ്റെ നെറ്റിയിൽ എന്നും ഉണ്ടാവും. രാത്രിയായാലും ഉച്ചയായാലും ഉറങ്ങാൻ കിടക്കുമ്പോഴായാലും ഇനി ഏത് സമയത്ത് നേരം വെളുപ്പിനായാലും ഈ ഒരു സാധനം ഒരു നിർബന്ധമായിരുന്നു. കാരണം അന്ന് ഈ ചന്ദനം നമുക്ക് കിട്ടാൻ ഒറ്റ വഴിയുള്ള അമ്പലത്തിൽ പോവുക. അപ്പോൾ എന്ന് ശിവൻ്റെ അമ്പലത്തിൽ ഞങ്ങൾ എല്ലാ ശനിയും ഞായറും മിക്കവാറൊക്കെ പോകും. ഞങ്ങൾ കൂട്ടുകാർ കുറേ പേരുണ്ട്, അങ്ങനെ ഒന്നിച്ച് പോകും. അപ്പോൾ ആ അമ്പലത്തിൽ പോകുമ്പോൾ വലിയ ഗുണം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അമ്പലത്തിൽ പോവുക, ക്രിസ്ത്യൻ പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോവുക, ക്രിസ്ത്യൻ പള്ളിയിൽ പോവുക. വീട്ടിൽ നിന്ന് പൈസയൊന്നും തരില്ല കേട്ടോ. ബസ്സിനുള്ളത് എങ്ങനെയെങ്കിലും ഒപ്പിക്കും. ബാക്കിയൊക്കെ ഞങ്ങൾ നടന്നിട്ടാണ് പോവുക. പകുതി വരെ ബസ്സിന് പോകും, പിന്നെ നടക്കും. അപ്പോൾ ഇതാ
ഇങ്ങനെ എടുത്ത് ചന്ദനത ഇങ്ങനെ തോന്നും. കാണുന്നുണ്ടോ എന്തോ? അതിൻ്റെ ബാക്കി എടുത്ത് ഇവിടെ ഒരു തുടലുണ്ട്. പിന്നെ ചന്ദനം മാത്രമൊന്നുമല്ല, പിന്നെ ഒരു ചുമന്ന സംഭവമുണ്ട്. നോക്കട്ടെ, ഇവിടെ കണ്ടായിരുന്നു. ഇന്നലെ അമ്പലത്തിൽ ഞാൻ പോയായിരുന്നല്ലോ, ശിവരാത്രി ആയിരുന്നല്ലോ. അപ്പോൾ അമ്പലത്തിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ മേടിച്ച് വരുമ്പോഴേ എനിക്ക് മനസ്സ് തോന്നി ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി. എന്താണ് എന്തോ, നിങ്ങളെനിക്ക് ഭ്രാന്തെന്നൊക്കെ വിചാരിക്കുമായിരിക്കാം. ഏതായാലും കുഴപ്പമൊന്നുമില്ല, ഇതും ഒരു ഭ്രാന്ത് തന്നെയാണ്. എന്താ ഈ ചന്ദനത്തിൻ്റെ അടുത്ത് ഇങ്ങനെയും കൂടി ഈ ചുമന്ന ഒരു കുങ്കുമം അതും കൂടി വെച്ച് കൊടുക്കും. ഇതും കൂടി ആകുമ്പോഴാണ് ഒരു 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 രസം ഉണ്ടാവും. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇനി അടുത്ത പരിപാടി കൂടി കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ ഇതൊന്നും തികയില്ല കേട്ടോ, പൊട്ടൊക്കെ നിങ്ങളൊന്നും കാണേണ്ടതായിരുന്നു. എന്നിട്ട് ഇതാ ഇവിടെ ഒരു കറുത്ത പൊട്ട്. ഇത് ഞാനിപ്പോൾ ഐലൈനർ കൊണ്ടാണ് വെച്ചേക്കുന്നത്. പക്ഷെ അന്ന് ഐലൈനറൊന്നും ഉണ്ട് ഐലൈനർ ഇല്ല എന്നല്ല കേട്ടോ. ഐലൈനറൊന്നും എനിക്കിഷ്ടമല്ല. അന്നേരം എന്താ ഈ കണ്ണിൻ്റെ പുറത്ത് എഴുതും, കണ്ണിൻ്റെ പുറത്ത് ഐലൈനർ ഇട്ട് കൊടുക്കും. അതല്ലാണ്ട് ഇങ്ങനെ വെക്കില്ല. ഒരു കറുത്ത ചെറിയ ചെറിയ കുഞ്ഞു തരത്തിലുള്ള പൊട്ടുണ്ടാവും. ആ പൊട്ട് ഞങ്ങൾ മേടിച്ച് വെക്കും. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മളത് മുടിയൊക്കെ കെട്ടി അടിപൊളി പൊട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കൺമഷി ഇടുന്നില്ല. കൺമഷി ഞാൻ മുമ്പ് ഇടാറുണ്ടായിരുന്നു. കൺമഷി ഇടാൻ എനിക്ക് മടിയാവുന്നു. അപ്പോൾ വെറുതെ ഒരു ഇരിക്കുമ്പോൾ ഒരു കിറുക്ക് തോന്നുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാല കണ്ട, പണ്ട് സ്ഥിരമായിട്ട് ഈ കല്ലമാല അല്ലാണ്ട് സ്വർണ്ണമാല ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതിങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആഹാ, പക്ഷെ ഇങ്ങനെ നീളം കുറഞ്ഞതാണ് എനിക്കിഷ്ടം. നല്ലോണം നീളമുള്ള മാല അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ഇങ്ങനെ ഒരു കാലമൊക്കെ ഓർക്കുമ്പോൾ ഒരു സുഖം. ഇതിടാൻ പറ്റുന്നില്ല. ഓക്കെ, കാണുന്ന നിങ്ങൾക്കൊരു കിറുക്കായിരിക്കാം. പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷമായിരുന്നു. ഇടാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ബക്കാട്ടോ. ഇതാ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ പറ്റി കിടക്കുന്ന ഒരു മാല. അത് ഈ കളർ ഞാൻ എടുക്കില്ല കേട്ടോ. നല്ല കളറോടെ എനിക്കിഷ്ടം. എനിക്ക് ചുവപ്പ് കളർ ഭയങ്കര ഇഷ്ടമാണ്. ചുവപ്പ്, ബ്ലൂ, പിന്നെ ബ്ലാക്ക്, ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ വേണ്ട, നമുക്ക് ഈ മാലയൊക്കെ മാറ്റിക്കളയാം. പച്ച കളറുണ്ട് ഒരു മാല. ഇതെനിക്ക് വേറൊരു തന്ന മാലയാണ് കേട്ടോ, ഒരാൾ തന്നാണ്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ ഒന്ന് ഒരുങ്ങിയാലോ എന്ന് തോന്നിയതാണ്. പഴയ ഒരു ഒരുങ്ങാൻ. ഞാൻ ഇത് എനിക്കൊരാൾ തന്നു. ഇത് ഞാൻ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. അതോ കൊടുക്കാൻ പറ്റിയില്ല. മാലയൊക്കെ പഴയ പോലെയൊക്കെ ഒന്നും ഇടാൻ പറ്റുന്നില്ലടോ. എന്തോ ഇതാ കണ്ട. ഇനി നമ്മൾ വേറൊരു ഐറ്റം കൂടി ഉണ്ട്. അതും കൂടി ആകുമ്പോൾ മാത്രമേ ഫുള്ളാവും. കണ്ടടാ, വളം ഉണ്ടോ? ഇത് ഇത്രയും നല്ല കേട്ടോ. ഞാൻ ഒരു കൈക്ക് തന്നെ 12, 20, 18 അങ്ങനെയൊക്കെ കണക്കിൽ നമ്മൾ ജോഡിയായിട്ടിടും. അപ്പം ഇത് ഇത് പൊട്ടോ എന്തോന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഒന്നും ഞാൻ കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. ഒരാൾ ഗിഫ്റ്റ് ഒന്നാണ്. ഗിഫ്റ്റ് അവരെ സന്തോഷത്തിന് ഇരിക്കട്ടെ അല്ലേ. വെറുതെ ഒരു സന്തോഷം തോന്നി തന്നതായിരിക്കാം. അപ്പം ഞാൻ വെച്ച് കളയേണ്ട ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് കണ്ട? ഇട്ട് 2-3 ബുക്കും പിടിച്ചിട്ട് പോയൊരു കാലം. അതാണ് ഭയങ്കര ഒരു എന്താ പറയുകയാണെങ്കിൽ കുറച്ച് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ഒന്ന് ഒരുങ്ങി വരുമ്പോൾ എല്ലാം പോയി. അതാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ ഇങ്ങനെ മറന്നു. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ആലോചന മാത്രമേ ഉണ്ടാവും. പിന്നെയും ടെൻഷൻ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലായില്ലേ ഈ വട്ടിൻ്റെ കാര്യം എന്താണെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ചുമപ്പാണിത്, നല്ല കുപ്പിയാണ്.
ഇത് ഞാൻ നല്ലോണം പോകുമ്പോഴൊക്കെ ഇപ്പോഴും ഇടാറുണ്ട്, കുപ്പികളൊക്കെ ഇടും. കുപ്പികൾ കയ്യിലിടുമ്പോൾ കാണുന്നൊരു ഭംഗിയൊന്നും വേറൊന്നിനും ഉണ്ടാവില്ല, എന്ത് അല്ലേ, രസമാണ്. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ വട്ടിൻ്റെ ഒരു കാരണം. അപ്പോൾ വെറുതെ ഇതൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഇടാമെന്ന് വിചാരിച്ചതാണ്. ഇത് ഗിഫ്റ്റ് കിട്ടിയ സാധനമാണ്, ഒന്നും ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ അമ്പലത്തിൽ ഇപ്പോൾ 2-3 പ്രാവശ്യം അടുപ്പിച്ച് പോന്നു, കുറേ നാളെ അമ്പലത്തിലൊന്നും പോകാത്ത. അപ്പോൾ കുറച്ച് ചന്ദനം കിട്ടിയപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഒരുങ്ങിയാലോ പഴയ പോലെ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഒരു സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ. അതിനുശേഷം ഇങ്ങനെ 2 നമ്മൾ മുടി കെട്ടില്ലല്ലോ, അല്ലാതെ ഈരി കെട്ടിയിട്ട് ഷേപ്പൊക്കെ ഇതൊക്കെ തന്നെയാണ്. കുറേ കുപ്പികളെ ഉണ്ടാവും, ഇതേപോലെ പൊട്ടും വെച്ച് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇത് തടിയൊന്നുമില്ല, വളരെ മെലിഞ്ഞിട്ടായിരുന്നു അന്ന്. അല്ല ഞാൻ ഊരി വെക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുണ്ട് ഇങ്ങനത്തെ നൊസ്റ്റാൾജിക് ഗൃഹാതുരത്വം. പക്ഷെ ഈ വള കൈ കിടക്കുമ്പോൾ കൈ കാണാൻ നല്ല രസമുണ്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ മാത്രമേ ഞാൻ ഈ കുപ്പികൾ ഇടാറുണ്ട്. ഡ്രസ്സിന് കണക്കായ കുപ്പികൾ ഇടുമ്പോൾ നല്ല രസമാണ്. അന്ന് പിന്നെ ഒന്നും അറിയില്ലല്ലോ, കാണുന്നതൊക്കെ വലിച്ചു വാരി കയ്യിലിടും, കാലയിലിടും, മോന്തക്ക് തേക്കും. ഒരു വള പൊട്ടിപ്പോയി. പിന്നെ ഈ വള പൊട്ടുന്ന വള കൊണ്ടൊരു കാര്യമുണ്ട്, അതൊക്കെ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴുള്ളവർക്ക് അതൊന്നും അറിയില്ലല്ലോ, അവരൊക്കെ മൊബൈലല്ലേ അറിയൂ. ഈ വള ഇങ്ങനെ പൊട്ടിപ്പോയി കേട്ടോ. ഞാൻ ഇടുമ്പോൾ പൊട്ടുന്ന കൈക്ക് കയറുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതിങ്ങനെ കുറച്ച് 6 കഷ്ണമാക്കുമ്പോൾ 3 കഷ്ണം ഒരു ജോഡി, 3 കഷ്ണം ഒരു ജോഡി, ഇങ്ങനെ പല കഷ്ണങ്ങളാക്കിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാം, പല പല കളറ് വള പൊട്ടിക്കഴിഞ്ഞാൽ ആക്കിയിട്ട് സെറ്റ് കളിക്കും. വള കൊണ്ട് സെറ്റ് കളിയുണ്ട്. 1 കളറ് 3 കിട്ടിക്കഴിഞ്ഞാൽ ഒരു സെറ്റ്. അങ്ങനെ ഏറ്റവും കൂടുതൽ കളറ് വള നേടുന്നവരാരാണോ അവർ വിജയം. അങ്ങനെയൊക്കെ ഒരു കളിക്കുന്ന കാലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് കളി എന്തേ, ഇപ്പോൾ കളിയുടെ ലെവലൊക്കെ മാറിപ്പോയി. എന്തായാലും നമ്മുടെ കുപ്പികളെ കളിയൊന്നും അല്ലല്ലോ ഇനിയിപ്പോഴുള്ള കളി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്താണ്, എന്താ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ വളരെ മൂഡ് ഓഫ് ആയിട്ടുണ്ടായിരുന്നായിരുന്നു. അപ്പോൾ എന്തോ ഒരു അങ്ങനെ തോന്നി. അന്നേരം ഞാനിങ്ങനെ ആ ഒരു ഇതെല്ലാം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ വെറുതെ ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് ഒരുങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ കണ്ടിട്ട് എന്നോട് ചോദിച്ചു എന്ത് പറ്റി ഇങ്ങനെയൊക്കെ ഒരുങ്ങി. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം നമ്മളെന്ത് പറയുക, നമുക്കൊരു സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടെത്തുക. വേറെ ആരും കൊണ്ടുതരാനല്ല. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ, ടാറ്റാ.